സാധാരണ ആസിഫ് അലിയാണ് ഇത്തരത്തിലുള്ള ഔട്ട്ഫിറ്റിലൊക്കെ വരാറുള്ളത്. ഇവനെ കണ്ടല്ലേ നമ്മളും പഠിക്കുന്നത്. ഇങ്ങനെയുള്ള കുറേ ടീമുണ്ട്. ഇപ്പൊ ഒരുപാട് സന്തോഷം. ഇത് വിക്രം സാറും ഇതുപോലെ പറഞ്ഞു, ഔട്ട്ഫിറ്റ്സ് സൂപ്പർ നൈസ്. ഇതേ സാധനം തന്നെ അന്ന് ഇട്ടത്. താങ്ക് യു. അപ്പൊ ക്വസ്റ്റ്യൻ, ആസിഫിക്കോടൊപ്പം ഒരു സിനിമ അഭിനയിച്ചിട്ട് കുറെ നാളായിട്ട് അഭിനയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അഭിനയിച്ചിട്ടേ ഇല്ല. ഓക്കെ, അപ്പൊ ഇതില് ത്രൂ ഔട്ട് നിങ്ങൾ ഒരുമിച്ചാണ്. അപ്പൊ ഇനി ഒരു സ്ക്രിപ്റ്റ് ആസിഫ് അലിയോടൊപ്പം അഭിനയിക്കാനായിട്ട് വരുവാണെങ്കിലുള്ള റിയാക്ഷൻ എന്തായിരിക്കും? അപ്പൊ അഡ്വാൻസ് വാങ്ങിക്കും. പറയാൻ വരുമ്പോ തന്നെ ഇനി ആസിഫുമായിട്ടാണ് അഡ്വാൻസ് ഡേറ്റ് പറ എന്ന് പറയാം. മാറാതിരിക്കാനാണ് അഡ്വാൻസ് കേട്ടോ. കാര്യം എന്നെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ മാറ്റിക്കരുത്. ആദ്യം അഡ്വാൻസ് തന്നെ എന്നെ ബ്ലോക്ക് ചെയ്തു. റെഡി. എല്ലാവരും പറയുന്നതാ നല്ല കോമ്പിനേഷൻ ആയിരുന്നു. ആ കോമ്പിനേഷനിൽ ഇത്രയും ഒരു ഹിറ്റ് സമ്മാനിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇനിയും അത് സംഭവിക്കട്ടെ. ഞാൻ റെഡിയാണ്. പിന്നെ പിടിക്കാൻ പോകാം. അപ്പോ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ രാവിലെ തന്നെ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വെച്ചതിലും നിങ്ങൾ എല്ലാവരും എത്തിയതിലും ഇത്രയും ക്വസ്റ്റ്യങ്ങൾ ചോദിച്ചു, ഇത്രയും ആക്റ്റീവായിട്ട് കൂടെ നിൽക്കുന്നതിൽ ഒരുപാട് സന്തോഷം. എപ്പോഴും ഈ ചിരി എന്നെ കാണുമ്പോഴും ഞങ്ങളെ കാണുമ്പോഴും നിങ്ങളുടെ മുഖത്തുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സിനിമ ഇനിയും അർഹിക്കുന്ന ഒരു വലിയ വിജയമുണ്ട്. അതിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ കൂടെ സഹായം വേണം. അപ്പോൾ ഉറപ്പായിട്ടും ഓൺലൈൻ മീഡിയ എന്നുള്ള രീതിയിലും TV മീഡിയ എന്നുള്ള രീതിയിലും എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി. ബ്യൂട്ടിഫുൾ ഡയലോഗ്. വളരെ റിയാലിറ്റി ആയിട്ട് വളരെയധികം സിങ്ക് ചെയ്യുന്നൊരു ഡയലോഗാണ്. ഇപ്പോഴും ആ സുഹൃത്തുമായിട്ട്, ആ സുഹൃത്ത് ഇപ്പൊ എങ്ങനെയാണ് അവസ്ഥ എന്താണെന്ന് പറയാമോ? ആ അദ്ദേഹമായിട്ടുള്ള ബന്ധം അങ്ങനൊരു സാഹചര്യമൊക്കെ നമ്മള് കഥാപാത്രം നിലയിൽ എഴുതിയുണ്ടാക്കിയതാണ്. പക്ഷെ എനിക്ക് അങ്ങനെ സുഹൃത്തുണ്ട്, അത് വിട്ടുപോകില്ല. അത്ര സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ പോലും അയാൾ ഇപ്പോഴും എന്നോടൊപ്പം ഉണ്ട്. ഇപ്പൊ എന്റെ ഫ്ലാറ്റ് ഉണ്ട്. ഈ തങ്കത്തിന്റെ ഡയലോഗ്സിൽ എടുത്തു പറയേണ്ട ഒരുപാട് ഡയലോഗ്സ് ഈ സിനിമയിലുണ്ട്. ഇപ്പൊ ഞാൻ സുരാജേട്ടനോട് പറയുന്ന ഒരു ഡയലോഗാണ് എനിക്ക് ട്രെൻഡിങ് ആയിട്ട് ഫീൽ ചെയ്ത ഒരു സാധനം. നമ്മുടെ ലൈഫിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും പോസെ കാറ്റ് കല്ലടിച്ചോലെ നമ്മളിത് ഇങ്ങനെ നിൽക്കണം എന്ന് പറയും. അത് ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ള, ഭയങ്കര മോട്ടിവേഷൻ ആയിട്ടുള്ള ഒരു ഡയലോഗാണ്. ഞാൻ അത് അനുഭവിച്ച ആളാണ്. ഒരുപാട് സിനിമകൾ ഇറങ്ങുമ്പോഴും ഞാൻ കാറ്റ് കല്ലടിച്ച പോലെ നിന്നുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും സിനിമ ചെയ്യാൻ പറ്റുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തങ്കത്തിന്റെ പല സിറ്റുവേഷൻസിലും വരുന്ന ഡയലോഗ്, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്ന ആളുകൾ കരഞ്ഞു പോകുന്നു എന്ന് നമ്മൾ പറയുന്ന ടൈലന്റിലെ ഏറ്റവും മീനിങ് ഫുൾ ആയിട്ടുള്ള ഡയലോഗ്സിൽ ഒന്ന് അതാണ്. ഒന്നുമില്ല, ഈ സിനിമ നമ്മൾ എല്ലാവരും ഭയങ്കര ആഗ്രഹിച്ച് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. കാരണം ഈ സിനിമയുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് പറഞ്ഞാൽ 2 ആക്ടേഴ്സിന്റെ ഡേറ്റ്സ്. അതായത് ഈ സിനിമ ഷൂട്ട് നടക്കുന്ന സമയത്ത് ആസിക്കോ സുരാജേട്ടൻ ഒരു പനി വന്നത് ഷൂട്ട് നടക്കില്ല. അത് അങ്ങനെ ഏകദേശം 1 വർഷം കൊണ്ട് ഇവരുടെ ഡേറ്റ്സ് മാനേജ് ചെയ്ത് ഷൂട്ട് ചെയ്ത്. അപ്പോൾ ഈ എല്ലാം, അതായത് ഞങ്ങളെല്ലാം ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ ജിംഷിയാണെങ്കിലും വിഷ്ണു ആണെങ്കിലും തങ്കം, നാസ്, ആസി, സുരാജേട്ടൻ. സുരാജേട്ടൻ ഞാൻ ചെയ്ത 4ാമത്തെ സിനിമയാണത്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് സുഹൃത്തുക്കൾ വളരെ ആഗ്രഹത്തോടെ ചെയ്തൊരു സിനിമയാണ്. പക്ഷേ ഈ സിനിമ ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു റിസൾട്ടും അതിനേക്കാളും വലിയ റിസൾട്ടാണ് കഴിഞ്ഞ 3 ദിവസമായിട്ട് നമ്മുടെ പ്രേക്ഷകർ തന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഏതൊരു സിനിമയും നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ഡേ സിനിമ റിലീസായി, ആ ഫസ്റ്റ് ഡേനേക്കാളും സെക്കൻഡ് ഡേ അതിന്റെ കളക്ഷൻ ഇൻക്രീസ് ചെയ്യുക, തേർഡ് ഡേ അതിനേക്കാൾ ഇൻക്രീസ് ചെയ്യുക. അതാണ് ഒരു സിനിമ വിജയം. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോ ഈ ഒരുപാട് റിവ്യൂസ്, അതായത് എനിക്കൊക്കെ വന്ന മെസ്സേജിനൊരു കൈയും കണക്കില്ല. അതാണ്. അപ്പോ എല്ലാവരോടും ഇത് ഓഡിയൻസിനോട് പറയണം, താങ്ക് യു സോ മച്ച് ഫോർ അക്സെപ്റ്റിംഗ് അവർ ഫിലിം. നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രോബ്ലി ഒരു ഒക്ടോബർ ഒക്കെ ആകുമ്പോൾ കഴിയും. ഒരു ഫെബ്രുവരി നെക്സ്റ്റ് ഇയർ ആണ് റിലീസ് പ്ലാൻ ചെയ്തേക്കുന്നത്. ബോളിവുഡ് ടൈംസ് ജനുവരി സ്റ്റാർട്ട് ചെയ്യാന്നുള്ള പ്ലാനാണ്. അതുമായി അടുത്തൊരു ഓണമൊക്കെ ആവുമ്പോഴാണ് പ്ലാൻ. എല്ലാം പ്ലാനാണ്. ഈ സിനിമയുടെ ഷൂട്ട് ചെയ്തേക്കുന്നത് നമ്മുടെ ഫൈറ്റിൽ ഹബ്ബിൽ അത്രയും എറണാകുളത്തെ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ എത്രയും സ്റ്റാറുകൾ 2 പേര് അവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ വലിയൊരു രസകരമായ അനുഭവം ഉണ്ടായിരുന്നു. ഇതില് 2 കാര്യങ്ങളാണ്. ഒന്ന് ഈ സിനിമയ്ക്ക് ഒരു വിധത്തിലുള്ള കോംപ്രമൈസിനും ഇവിടെ ഇരിക്കുന്ന ആരും തയ്യാറായിട്ടില്ല. ഇപ്പോൾ അതിന്റെ ഒരു എക്സ്പെൻസീവ് ആണെങ്കിലും നമ്പർ ഓഫ് ഡേയ്സ് ആണെങ്കിലും ഒരു സംവിധായകന്റെയും തിരക്കഥാകൃത്തിന്റെയും ഭാഗത്തുള്ളതാണെങ്കിലും
ഞങ്ങൾ രണ്ടുപേരുടെ ഭാഗത്തുള്ളതാണെങ്കിൽ ഇപ്പൊ എന്റെ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ അപ്പിയറൻസിൽ അത്രയും വലിയ ഇപ്പം ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം മുടി ഷേവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പൊ കാശ് കൊടുത്ത് മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഞാൻ ഷേവ് ചെയ്തപ്പോ തന്നെ ഇവർ രണ്ടുപേരോടും പറഞ്ഞു ഇത് വന്നില്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള പൈസ എനിക്ക് തന്നെ എന്നുള്ളത്. അപ്പൊ അത്രയും എഫേർട്ട് മുതൽ എന്ത് പറയാൻ പറയും. അതെ, അപ്പൊ സംഭവിച്ചു. അപ്പില് വെച്ചിട്ട് പലർക്കും നമ്മളെ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. പക്ഷെ അല്ല, ആസിഫിനെയും പെട്ടെന്ന് കിട്ടുന്നില്ല, പിന്നെ എന്നെയും കിട്ടുന്നില്ല. ഞാനും ആ ബസ് സ്റ്റാൻഡിലെ സൈഡിൽ കൂടെ ചെന്നിരിക്കുന്നു. എന്റെ അടുത്ത് വന്നിട്ട് മനെ കോട്ടയം ബസ് എന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാർ പോയിട്ടുണ്ട്. അത് ഒരു ഭാഗ്യം. ചേട്ടാ, ഈ സിനിമയുടെ അവസാനം ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ആഡിയോസ്. അപ്പം ഇത്തരത്തിൽ സിനിമയ്ക്ക് പോകാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിനോദങ്ങൾക്ക് വേണ്ടി പണം മാറ്റി വെച്ച ഒരുപാട് ആളുകൾ ഇപ്പൊ ആ ഒരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം കൊടുത്തിട്ടുണ്ട്. ഈ സിനിമയുടെ റിലീസ് പോസ്റ്റ്പോൺ ചെയ്തിട്ട് വീണ്ടും അതിലേക്ക് ആ ഒരു ഡേറ്റിലേക്ക് ആക്കുകയാണ്. അപ്പം ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ അല്ലായിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ ആളുകൾ തിയേറ്ററിലേക്ക് വരില്ല. അതിനെപ്പറ്റി ഇനി നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോയേ പറ്റുള്ളൂ. നമ്മളിപ്പോ ജീവിതത്തിൽ അവിടെ അതിന് വ്യക്തിമായവർക്കും ഇനിയൊരു ജീവിതമുണ്ട്. അവര് മുന്നോട്ട് പോകുന്നുണ്ട്. അവരെ മുന്നോട്ട് പോകാൻ നമ്മളെ കൊണ്ടൊക്കെ പറ്റുന്ന പോലെ നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും കൂടെയുണ്ട്. അത് കഴിഞ്ഞ ദിവസത്തെ പോലെ അവിടുത്തെ രക്ഷാപ്രവർത്തനം നിർത്തിയത് കൊണ്ടോ പട്ടാളക്കാർ തിരിച്ചു പോയത് കൊണ്ടോ ഒന്നും അത് അവിടെ തീരുന്നില്ല. നമ്മളെപ്പോഴും അവരുടെ കൂടെയുണ്ട്. എന്താവശ്യം വന്നാലും നമ്മളുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ബാക്കിയുള്ള എല്ലാവരുടെയും ജീവിതവും. അത് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. നമ്മളിപ്പോ സിനിമ ഷൂട്ട് ചെയ്തു, ഇതിന്റെ ഫുൾ പണികളും തീർത്ത് നമ്മൾ 2-ാം തീയതി റിലീസ് ചെയ്യാൻ നിൽക്കുന്നതിന്റെ ഒരു ദിവസം മുന്നെയാണ് ഇത് സംഭവിക്കുന്നതും. അപ്പൊ തന്നെ നമ്മളെല്ലാവരും, സിനിമാ സംഘടന എല്ലാവരും ഒറ്റക്കെട്ടായി റിലീസുകൾ മാറ്റിവെച്ചു. അതൊരിക്കലും ആള് കുറയും എന്ന് ഓർത്തിട്ടല്ല, നമ്മളത് ചെയ്യാൻ പാടില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ്. അപ്പൊ അത് ആശിക്കും അങ്ങനെ ഒരു തീരുമാനം എടുത്തു. അപ്പൊ നമുക്കിത് ഇത്രയും ഷൂട്ട് കഴിഞ്ഞ് ഇത്രയും നിർമ്മാതാവിന് ചെലവായ പൈസ മുഴുവൻ അവിടെ ബ്ലോക്കായി കിടക്കുന്നു എന്ന് പറഞ്ഞൊരു അവസ്ഥയിൽ ഇനിയും ഇത് ഹോൾഡ് ചെയ്ത് വെക്കുന്നതിൽ കാര്യമില്ല. അപ്പൊ ഒരാള് മുന്നോട്ട് വരണം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് തുടങ്ങിയതിനു ശേഷം നമ്മുടെ പ്രൊഫഷനിലേക്ക് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഇതിന്റെ റിലീസിനെ പറ്റി നമ്മൾ ചിന്തിച്ചു. വളരെ മിതമായ രീതിയിൽ ഇതിന്റെ ഒരു മാർക്കറ്റിങ്ങിനെ പറ്റി ചിന്തിച്ചു. ഇപ്പൊ നമുക്ക് ഇതിന്റെ ഈ സിനിമയിലുള്ള ഒരു കോൺഫിഡൻസ് കൊണ്ട് തന്നെയാണ് നമ്മൾ വളരെ മിനിമലായ ആ സമയത്ത് നമുക്ക് സോഷ്യൽ മീഡിയ കൂടെ ആളുകളെ ക്ഷണിക്കുന്നതിനും ഈ സിനിമയെ പറ്റി പറയുന്നതിനും ഈ സിനിമയുടെ വിജയം ആഘോഷിക്കുന്നതിനും ഒക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ അപ്പോഴെല്ലാം നമുക്കുള്ളൊരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയിലാണ്. ഈ സിനിമ ഇറങ്ങി കണ്ടു കഴിയുന്നവർ തമ്മിൽ പരസ്പരം സംസാരിക്കുകയും, ഒരു സിനിമ എപ്പോഴും വിജയിക്കുന്നത് മൗത്ത് പബ്ലിസിറ്റി കൂടിയാണ്. അപ്പൊ അത് ഈ സിനിമയ്ക്ക് സംഭവിക്കും എന്നുള്ളത് വളരെ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. പല സമയത്തും പല ആളുകളും ഇതിന് ലാഗ് ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടും നമ്മളൊന്ന് ടെൻഷൻ ആകുമ്പോഴും തിയേറ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് അത്രയും മനോഹരമായിരുന്നു. നമ്മൾ നേരിട്ട് കാണുന്നതും സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്നതും ഇപ്പൊ നിങ്ങളെല്ലാവരും റിവ്യൂസ് ഇട്ടതും എല്ലാം അത്തരത്തിലുള്ളതാണ്. അപ്പൊ അതാണ് നമ്മൾ ശരിക്കും ഈ സിനിമയ്ക്ക് ആഗ്രഹിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട് സംഭവിച്ചത്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന വാർത്തകളും ഡെയിലി നമ്മൾ ന്യൂസിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉള്ള ആൾക്കാർക്ക് മാത്രമല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്, നമുക്കും ട്രോമയിലെ ഒരു വേറൊരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ സിനിമ അതിജീവനത്തിന്റെ കഥയാണ്. അപ്പോൾ അതിൽ നിന്നും ഫുൾ ടൈം നമ്മളെല്ലാവരും ഈ ടി വിയിലൂടെ ഈ ന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് കുറെ കഴിയുമ്പോൾ നമുക്ക് ബാധിച്ച പോലെ തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ കറക്റ്റ് ടൈം വന്നപ്പോൾ തന്നെയാണ് നമ്മുടെ സിനിമ റിലീസാക്കിയതും. ഈ സിനിമയിൽ ഒരു അതിജീവനത്തിന്റെ കഥയാണ്. ഇപ്പോൾ നമ്മുടെ സഹോദരങ്ങളെ തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്, കടമയാണ്. അത് ഇനിയും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവും. താങ്ക് യു. ഇക്കാന്ന് വിളിച്ച് ചേർത്ത് പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഇതിനു മുമ്പ് കണ്ട തലവേലിൽ ഇതേപോലെ ഇമോഷണലായി കണ്ടായിരുന്നു. ഇപ്പൊ ഈ സിനിമയിൽ കണ്ടായിരുന്നു. അതിന് സന്തോഷവും സാറ്റിസ്ഫാക്ഷനും സംതൃപ്തിയും ഉണ്ട് അതില്. ഈ സിനിമയ്ക്ക് അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഒരു നിർമ്മാതാവുണ്ട്, അദ്ദേഹം മുടക്കിയ പൈസയുണ്ട്, ഒരു പുതിയ സംവിധായകന്റെ സ്വപ്നങ്ങളുണ്ട്, ഒരു വലിയ ഹിറ്റിന് ശേഷം 2ാമത് സിനിമ ചെയ്യുന്ന ഒരു തിരക്കഥാകൃത്തുണ്ട്, ആദ്യമായി ഒന്നിക്കുന്ന 2 സുഹൃത്തുക്കളുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാവരുടെ ആഗ്രഹമാണ് ഈ സിനിമയ്ക്ക് നല്ലത്
വരിക, നല്ലത് സംഭവിക്കുക എന്നുള്ളത്. അപ്പൊ അത് സംഭവിക്കുന്നതിമ്പോ ഉണ്ടാവുന്ന ഇമോഷനാണ് അതെല്ലാം. മിസ്റ്റർ ക്യൂ ചോദിക്കുന്നെങ്കിൽ പ്രൊഡ്യൂസറോടാണ്. ഇപ്പോൾ റിലീസ് ആയതിനു ശേഷം, അതായത് അനൂപ് മേനോൻ 2 ദിവസം മുന്നേ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. റിലീസ് ആയതിനു ശേഷം തിയേറ്ററിൽ 2 ദിവസത്തേക്ക് ആളെ കയറ്റുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ അതിനോട് എന്താ പറയുക, അങ്ങനെ ഇവിടെ നടക്കുന്നുണ്ടോ വിചാരിക്കുന്നുണ്ടോ? അത് പുള്ളിയോട് തന്നെ ചോദിക്കണം, എനിക്കറിയില്ല. അങ്ങനെ പുള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുള്ളിയുടെ അഭിപ്രായമല്ലേ, പുള്ളിയുടെ തന്നെ ചോദിക്കണം. ആസിക ഇപ്പൊ നമ്മുടെ വയനാട് സ്ക്രിപ്റ്റിലുണ്ടായിരുന്നതാണ്, 100% സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് എണ്ണം കൂടിയത് എന്റെ കയ്യിൽ നിന്നും പറ്റിയിട്ടുണ്ട്. പല സമയത്തും അത് ഡബിങ്ങിലൊക്കെ എണ്ണം കുറച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ആ സമയത്താണ് ആനിമൽ ഇറങ്ങിയത്. ആനിമൽ ഇറങ്ങി ഇങ്ങനെ പപ്പ എണ്ണി വന്നു. അപ്പൊ ലാസ്റ്റ് നിൽക്ക ബോസ് വേണം കുറയ്ക്കാം. അതായത് സംസാരിച്ച് ആ ഫ്ലോ കിട്ടിയപ്പോ ആ ബോസ് എന്നുള്ള വിളിയിൽ ഒരു സുഖമുണ്ട്. എനിക്ക് ആ സുഖം ഇതിന് മുന്നേ കിട്ടിയത് മച്ചാനെ എന്നുള്ള വിളിയിലാണ്. ഞാൻ ആ വിളിയായിരുന്നു എല്ലാവരെയും വിളിച്ചോണ്ടിരുന്നത്. ഞാൻ തിയേറ്റേഴ്സിൽ ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ട്രെൻഡ് ആണ്. ഞാൻ തിയേറ്റർ വിസിറ്റിന് പോകുന്ന സമയത്തൊക്കെ ആൾക്കാർ തമ്മിൽ അങ്ങോട്ട് ബോസ് കൂടെ എന്ന് വിളിക്കുന്നത് കാണാൻ പറ്റും. ആ വിളിയിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മള് സിനിമയുടെ പേര് ചോദിക്കാൻ 2 പേര് പറഞ്ഞു കൊടുത്തത് ആ വിളിയിലാണ്. കേക്ക് കിട്ടിയാൽ എന്തൊരു അടിപൊളിയായിരുന്നു. വിക്രം സാറ്, എസ്.ജെ. സൂര്യ, അങ്ങനെ വലിയ ഫിലിം താരനിരകളോടൊപ്പം സ്ക്രീൻ ഷെയറിംഗ് കിട്ടി. അതൊരു മഹാഭാഗ്യം. വീര ധീര ശൂര, അതിന്റെ ഷൂട്ടിംഗ് തീർന്നിട്ടില്ല. നല്ല എക്സ്പീരിയൻസ് ആണ്. അരുൺകുമാറാണ് അതിന്റെ സംവിധാനം. അറിയാലോ, നമ്മുടെ സിദ്ധയുടെയൊക്കെ അതിന്റെയൊക്കെ സുരാജേട്ടന്റെ താരം വളർന്നിരിക്കുന്നു എന്നല്ലേ? തീർച്ചയായിട്ടും അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആഗ്രഹിച്ചിരുന്നതാണ് ഇങ്ങനെ തമിഴിലും അന്യഭാഷയിലൊക്കെ ഒന്ന് അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചു. അപ്പൊ അതിന് കറക്റ്റായിട്ട് ഒരവസരം കിട്ടിയത് ഇപ്പോഴായിരുന്നു. അത് മാക്സിമം നിങ്ങൾക്ക് ഒരു തരത്തിലും മോശം വരാതെ മാക്സിമം എൻ്റെ എല്ലാ എഫേർട്ടും ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട്. ബാക്കിയെല്ലാം ദൈവത്തിലായി. വളരെ ഇമോഷണൽ ആയിട്ട് ആസിഫിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണമെന്നുണ്ടായിരുന്നു. അന്ന് നേരെ ആസിഫിനെ കാണാനാണ് വരുന്നതെന്നൊക്കെ പറയുന്നത്. അത്രയും ആസിഫിനെ കുറെ നാൾ കൂടി കാണണമെന്ന് ആഗ്രഹിച്ച കഥാപാത്രത്തിൽ കാണാൻ സാധിച്ചെന്നൊക്കെ പറയാം. വന്നായിരുന്നു ഞാൻ വന്ന് കെട്ടിപ്പിടിച്ചു 2 ഉമ്മയെ കണ്ടു. കാരണം ഞാൻ എത്രത്തോളം സിനിമയെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ഞാൻ സിനിമ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്നും സിനിമ എത്രത്തോളം എഫേർട്ട് ഞാൻ ഇടുന്നുണ്ടെന്നും ഒക്കെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളുകളിൽ ഒരാൾ ജിസാണ്. അപ്പോൾ എന്റെ ഓരോ വിജയവും ജിസിന് സ്പെഷ്യൽ ആയിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. അത് ജിസിന്റെ എക്സൈറ്റ്മെന്റിൽ എനിക്ക് മനസ്സിലായി. പിന്നെ ഈ സിനിമയുടെ 2ാം ഭാഗം ഞാൻ ഇപ്പോൾ കെട്ടിയവനെന്റെ മാലാക ചെയ്ത സമയത്ത് താങ്കൾ എനിക്ക് ഒരുപാട് ഭക്ഷണം കഴിക്കാനുള്ള അവസരം തന്നു. നല്ല വയറ് വേണം എന്ന് പറഞ്ഞാണ് താങ്കൾ കഥ പറയാൻ തുടങ്ങിയത്. ഈ സിനിമയ്ക്കും അങ്ങനെ തന്നെയാണ് തുടങ്ങിയത്. ഇപ്പൊ ആ സിനിമയിൽ ആ ഷർട്ട് ഇല്ലാതെ നിൽക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. അപ്പൊ അത് കണ്ടിട്ട് എന്റെ അടുത്ത് കുറെ പേര് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ബോഡി കാണിക്കണോ? എന്റെ അടുത്ത് താങ്കൾ ആദ്യം പറഞ്ഞതാണ് ആ സീനിൽ ഷർട്ട് ഇല്ലാണ്ട് നിൽക്കുമ്പോ ഒരു കോഴിയെ ഗ്രില്ല് ചെയ്യാട്ടോ എന്ന് പറഞ്ഞ് ഞാൻ അതിനു വേണ്ടി ഒരുപാട് എഫേർട്ട് ഇട്ടു. നല്ല വയറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സിനിമ അങ്ങനെയുള്ള ഡീറ്റെയിലിംഗ് കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ക്യാരക്ടേഴ്സ് രണ്ട് പേരുടെയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സുരാജേട്ടനോട് ചോദിക്കുന്നത് കുറെ നാട് തമാശയിൽ ചെയ്തു, പിന്നീട് കുറെ കൂടെ സീരിയസ് ആയ കഥാപാത്രങ്ങൾ ചെയ്തു. അപ്പൊ വീണ്ടും നാച്ചുറൽ നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ ഒരു കഥാപാത്രമാണ് ചെയ്തത്. ശരിക്കും പ്രേക്ഷകര് താങ്കളുടെ കഥാപാത്രത്തെ കാണുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു നോർമൽ ഒരു വ്യക്തിയെ കാണുന്ന പോലെ, അല്ലെങ്കിൽ ആ വ്യക്തി കേസിന്റെ പ്രശ്നങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതേപോലത്തെ കഥാപാത്രം ചെയ്യാനാണ് ഇവിടെ താല്പര്യം. എല്ലാത്തരം കഥാപാത്രങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ കയ്യിൽ വരുന്നതിൽ ഏറ്റവും ബെസ്റ്റാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ കെട്ടിയോളാമന്റെ മാലാക കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഞാൻ നോട്ട് ഔട്ടതാണ്. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് റിലീസ് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് ഒരു കഥ പറഞ്ഞു. 1 അല്ല 2, 3 കഥ പറഞ്ഞു. അതിൽ പിന്നെ അതിങ്ങനെ വൈകി എന്തായാലും അത് തിയേറ്ററിലേക്ക് എത്തി. ഒരുപാട് സന്തോഷം. കഥ പറഞ്ഞു ഒരുപാട് ചിരിച്ചതാണ്. ഇത് ഒരു റിയൽ ലൈഫ് സ്റ്റോറി കൂടിയാണ്. പിന്നെ ഇത്തരത്തിലൊരു സിനിമയുടെ ഈ ഒരു വൻ വിജയമായി തീർന്ന സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എല്ലാത്തരം വേഷങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത് മാത്രം
ചെയ്താൽ അത് വൃത്തിയാകുമെന്ന് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട് പിന്നെ ഈ കഥ എൻഡ് ചെയ്യുമ്പോൾ പോലും സത്യം പറയാൻ അവരുടെ പ്രശ്നങ്ങൾ മാറുന്നില്ല. അവരുടെ ജീവിതത്തിൽ പിന്നെയും മുന്നോട്ട് പോകുന്നത് പലരും തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പറയും ഇതിന് രണ്ടാം ഭാഗം വന്നിരുന്നെങ്കിൽ അവരുടെ ലൈഫിൽ എന്ത് സംഭവിച്ചു, അവരുടെ ലൈഫിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയാനായിട്ടുള്ള ഇൻട്രസ്റ്റ് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും രണ്ടാം ഭാഗം തന്നെ ചാൻസ് ഉണ്ടോ? അവര് വീണ്ടും ഇനി കണ്ടുകൊണ്ടാണ് മുട്ടട്ടെ, ചിലപ്പോൾ കണ്ടുകൊണ്ടാൻ സാധ്യത ഉണ്ടാവുമല്ലോ. നമ്പർക്ക് മേടിച്ചിട്ടില്ലേ അല്ലേ? ഇതില് പല കഥാപാത്രങ്ങളും റിവീൽ ചെയ്യുന്നില്ല, ഫേസ് റിവീൽ ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ ആസിഫ്ക്കടെ വൈഫിനെ റിവീൽ ചെയ്യുന്നില്ല, പിന്നെ അതേപോലെ തന്നെ മറ്റുള്ള റിവീൽ ചെയ്യില്ല. അതിന്റെ കാരണം എന്താണ്? ഇവര് രണ്ടും ആണല്ലോ പോകുന്നത്. ഇവര് രണ്ടുപേരിലൂടെ കഥ സഞ്ചരിക്കുന്നുണ്ട്. നമുക്കത് ഈസിയായിട്ട് റിവീൽ ചെയ്യാമായിരുന്നു, അത് വേണ്ടാന്ന് വെച്ചിട്ടാണ്. ഇവരുടെ പെങ്ങളുടെ അടുത്തോട്ട് പോകാം, പ്രിൻസിന്റെ ഭാര്യയുടെ അടുത്തോട്ട് പോകാം, അമ്മച്ചിയുടെ അടുത്തോട്ട് പോകാം, അതൊക്കെ ചെയ്യാമായിരുന്നു. അത് ചെയ്യണ്ടാന്ന് അതുകൊണ്ടാണ് ഒരു യാത്രയാണ് അത് മുറിഞ്ഞു പോകണമെന്ന് വെച്ചു. ഒരു യാത്ര നമ്മൾ പ്ലാൻ ചെയ്തതും തങ്കത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു യാത്രയാണ്. ആ യാത്ര അതുകൊണ്ടാണ് ഇവരുടെ പ്രശ്നങ്ങളൊന്നും അവസാനിക്കുന്നില്ല. ഇവര് വേറൊരു തലത്തിലേക്ക് ജീവിതം കൊണ്ടുപോകുന്നില്ല, ഒന്നുമില്ല. ആ യാത്ര മാത്രമാണ് നമ്മൾ കാണിക്കാൻ ആഗ്രഹിച്ചത്. അത് മാത്രമാണ്, അതിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പൊ ഈ ചോദ്യം വന്നതുകൊണ്ട് രണ്ടുപേരോടാണ് നന്ദി പറയാനുള്ളത്. അത് എങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ഒന്നും പറഞ്ഞാൽ അത് മതിയാവില്ല. അതുകൊണ്ട് ഈ അവസരം ഞങ്ങൾ ഉപയോഗിക്കുകയാണ്. അപർണ ബാലമുരളിയും രജിഷ വിജയനും അജു വർഗീസും 3 പേരാണ് ഈ സിനിമയിൽ ശബ്ദം കൊണ്ട് അഭിനയിച്ചിരിക്കുന്നത്. ഇത് കേട്ട് ഇവരെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വലിയൊരു അംഗീകാരം തന്നെയാണ്. ഞാൻ നേരത്തെ റോഷാക്കിന്റെ സമയത്ത് പറഞ്ഞ പോലെ കണ്ണ് കണ്ട ആളുകൾ മനസ്സിലാക്കി എന്ന് പറയുന്ന പോലെ ശബ്ദം കണ്ടവർ മനസ്സിലാക്കി. ഒരു നല്ല സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ അവർ ശബ്ദം കൊണ്ട് മുന്നോട്ട് വന്നു. അപ്പം ഒരു പക്ഷേ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന മുൻനിരയിലുള്ള 3 താരങ്ങൾ ശബ്ദം തന്ന് ഇതില് ഭാഗമാകുന്നു എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി കാര്യമാണ്. സുഹൃത്തുക്കളെ പറ്റിയും അവര് പരിചയപ്പെട്ട രീതിയെ പറ്റിയും ഒക്കെയാണ്. അപ്പൊ നമുക്കറിയില്ല ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് പെട്ടെന്ന് കയറി വരുന്നതും എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതൊന്നും. അപ്പൊ അതൊക്കെയാണ് തങ്കം ഈ സിനിമയിലൂടെ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഇപ്പൊ ഞാൻ താഴെ നിന്നപ്പോ സുഹൃത്തുക്കളോട് പറഞ്ഞു, സിനിമ കഴിഞ്ഞിട്ട് ഒരു കയ്യടി കേട്ട് കഴിഞ്ഞ പിന്നെ ഒരു സൈലൻസ് ഉണ്ട് തിയേറ്ററിൽ. ലൈറ്റ് വരുമ്പോ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, കരഞ്ഞ കണ്ണ് ആരും കാണാതിരിക്കാൻ വേണ്ടി. അത് കണ്ണുനീര് കാണുമ്പോൾ സന്തോഷം വരുന്നത് ആദ്യമായിട്ടാണ്. തിയേറ്റർ വിസിറ്റിന് ഇപ്പൊ നമ്മൾ രാഗത്തിൽ പോയി തൃശ്ശൂർ, അപ്പൊ അവിടെയൊക്കെ ഞാൻ വനിത വിനിത അവിടെയൊക്കെ പോയ സമയത്ത് നമ്മൾ കാണുന്നത് ആളുകൾ നമ്മൾ നോക്കുമ്പോൾ കരഞ്ഞ കലങ്ങിയ കണ്ണായിട്ടാണ്. പലർക്കും പലരെ ഓർമ്മ വരുന്നു, പല യാത്രകളും ഓർമ്മ വരുന്നു. അപ്പൊ അതൊക്കെയാണ് ഈ സിനിമ പയ്യെ ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ സൈൻ. ഞാൻ വിചാരിച്ചത് അത്രയും ഈ സിനിമ എത്തിയിട്ടില്ല. ആളുകൾ പറഞ്ഞ് അറിഞ്ഞ് എത്തുന്നതേ ഉള്ളൂ. ഒരു പക്ഷേ ഇത്തരത്തിലുള്ളൊരു ഫീലിംഗ് നേരത്തെ ഉണ്ടായത് സൺഡേ ഹോളിഡേക്കാണ്. സൺഡേ ഹോളിഡേ ഇതുപോലെ ആദ്യത്തെ 2-3 ദിവസം കഴിഞ്ഞ് ഫാമിലി ഓഡിയൻസ് വന്നു തുടങ്ങിയതിന് ശേഷമാണ് ആ സിനിമ വലിയൊരു വിജയത്തിലേക്ക് പോവുകയും 110 ദിവസത്തോളം അത് ഓടുകയും ചെയ്തത്. അത്തരത്തിലുള്ളൊരു വിജയത്തിലേക്കാണ് ഈ സിനിമ പോകുന്നതെന്നാണ് എന്റെ പ്രതീക്ഷ. ഈ കഴിഞ്ഞ ശനിയും ഞായറുമായിട്ട് ഏറ്റവും കൂടുതൽ വന്ന് കണ്ടത് ഫാമിലീസ് ആണ്. നമുക്ക് കാണാം മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും അമ്മയും മക്കളും ഒക്കെ ആയിട്ട് സിനിമ കാണാൻ വരുന്നതും അവര് ഇതിന്റെ ഇമോഷൻ കൃത്യമായി മനസ്സിലാക്കുന്നതും ഒക്കെ. അപ്പൊ യെസ്, എന്തോ ചോദിച്ചു, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. അതുപോലെ നിങ്ങളുടെ ക്യാരക്ടറായിട്ട് അത് പൊതുവെ നമ്മുടെ സിനിമയിൽ അങ്ങനെ അവരെ ആക്ടിങ് പറയുന്നുണ്ട്, ആ ക്യാരക്ടറായിട്ട് പറയുന്നത് ആരുടെ ഐഡിയ നഹാസിന് ഒരുപാട് ഐഡിയാസ് ഉള്ള ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് കൊടുത്ത ഒരാളാണ് ഇതിന്റെ തിരക്കഥാകൃത്ത് തങ്കവും സംവിധായകനും നിർമ്മാതാവും. അപ്പൊ ഞങ്ങളിത് ഇങ്ങനൊരു പ്ലാൻ ഇത് ആദ്യം ചെയ്തത് ഹണിബിയിലാണ്. ഹണിബി തുടങ്ങുമ്പോൾ ഞാൻ ബാലുവും കൂടെ നിന്നിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്നാണ് നഹാസിങ്ങനെ എന്നോട് ചോദിച്ച്, ഇക്ക നമുക്ക് നിങ്ങളുടെ 2 പേരുടെ സ്ലാങ്ങിൽ ഇത് പറഞ്ഞാലോ. അപ്പൊ അവിടെ മുതൽ ഓഡിയൻസ് ഇത് ശ്രദ്ധിക്കണം എന്നുള്ളതും, കാര്യം നമ്മൾ ഇവരുടെ 2 പേരുടെയും വലിയ ബാക്ക് സ്റ്റോറീസ് ഒന്നും ഈ സിനിമയിൽ കാണിക്കുന്നില്ല. അപ്പൊ നമുക്ക് ആദ്യം മുതൽ തന്നെ ഈ ക്യാരക്ടേഴ്സിനെ ഓഡിയൻസിലേക്ക് എത്തിക്കണം എന്നുണ്ടായിരുന്നു. അതിന് ഉണ്ടാക്കിയ ബ്രില്യന്റ് ഐഡിയ ഇദ്ദേഹത്തിന്റെയാണ്. ഒരു മാറ്റം വരുത്തിയിട്ടില്ല. ഞാൻ എപ്പോഴും ചെയ്യുന്ന പ്രോസസ്സ് തന്നെയാണ് ചെയ്തത്.
പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കഴിഞ്ഞ 15 വർഷമായിട്ട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നല്ല ടെക്നീഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഒരുപാട് നല്ല ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ കൂടെ എൻ്റെ സമപ്രായക്കാരായ ഒരുപാട് നടന്മാർ വലിയ വലിയ വിജയങ്ങൾ കൈവരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ടുണ്ടാവാം, അതിലുണ്ടായ മാറ്റങ്ങളാണ്. ബോധപൂർവം ഞാൻ ഇന്നു മുതൽ നന്നാവാം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തിട്ടില്ല. അത് അറിയായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ ചെയ്തത്. പിന്നെ ഒരുപാട് ആഗ്രഹിച്ചൊരു ചോദ്യമാണത്. 3 സിനിമകൾ ബാക്ക് ടു ബാക്ക് ഹിറ്റ് ആയി എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് ഒരു സോഷ്യൽ ഗ്യാതറിംഗിൽ ചോദിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു ചോദ്യമാണ്. അതിന് ഒരുപാട് സന്തോഷമുണ്ട്, ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ്. പ്രത്യേകിച്ച് ഈ വർഷം തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ മലയാള സിനിമയെ പറ്റി അല്ലെങ്കിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രീനെ പറ്റി നമ്മളും പുറത്തുനിന്നുള്ള ആളുകളും എല്ലാം വളരെ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണ് നമ്മളുടെ സിനിമകളെ പറ്റി. അപ്പൊ അത് മുന്നോട്ട് പോകാൻ പറ്റി. ഈ വർഷം ഞാനൊരു പടം ഇറക്കിയത് മോശമാക്കിയില്ല എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. 3 ഡിഫറെന്റ് ജോണറിലുള്ള സിനിമകൾ എനിക്ക് തന്നെ ചെയ്യാൻ പറ്റി. നമ്മുടെ ഇൻഡസ്ട്രിയിൽ വരുന്നത് ഇപ്പോൾ തമിഴിൽ നിന്നൊക്കെ ഉള്ള പല റിവ്യൂവേഴ്സും എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് ഇത്തരത്തിലുള്ള സിനിമ എന്നല്ല, അവരെല്ലാ രീതിയിലുള്ള സിനിമകളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നിന്നുള്ള തമിഴിൽ നിന്നുള്ള ഒരു പ്രമുഖ റിവ്യൂവർ അലിയോ സമീപയെ പറ്റി പറയുന്നത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം. കാര്യം ഒരു കൾച്ചർ ആയിട്ട് ബൗണ്ടറീസ് ഇല്ലാതെ ഏത് ഭാഷയിലുള്ള ആളുകൾക്കും ഇത് മനസ്സിലാകും. ഒരു പ്രാവശ്യമെങ്കിലും യാത്ര ചെയ്തിട്ടുള്ള, വീടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഇവിടെയുണ്ട്. എന്റെ കഥാപാത്രം എന്ന് പറയുന്നത് തങ്കത്തിന്റെ കഥാപാത്രം, ബാക്കിയെല്ലാം പറഞ്ഞു കൊടുക്കും. മറ്റാളെവിടെ, ഇദ്ദേഹത്തിന്റെ കഥാപാത്രം ചെയ്യുന്ന ആളെവിടെ? യാത്രയിൽ കണ്ടുമുട്ടിയതാണ് യാത്രയില് എല്ലാം അങ്ങനെ ഇല്ല. എന്നാൽ പോലും നമ്മൾ പല സീക്വൻസുകളൊക്കെ ജീവിതത്തിലുണ്ടായ ചില പല ഇൻസിഡൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടൊക്കെയാണ്, കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ടാണ് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത്. എന്നാൽ അതിനകത്ത് ചെറിയൊരു എക്സ്പീരിയൻസ് ലൈനും ഉണ്ട് എൻ്റെ എക്സ്പീരിയൻസ് ലൈനും ഉണ്ട്. എന്റെ വാപ്പ എന്നോട് ചോദിച്ചിരുന്നില്ല. ഞാനിപ്പോ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു. സുരേഷ് ചേട്ടനോട് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, അത് ഇറങ്ങാനുണ്ട്. ഞങ്ങള് പ്രൊഫഷണൽ വൈസ് അല്ലെങ്കിൽ സിനിമ കാര്യങ്ങൾ ചർച്ച ചെയ്യലില്ല ഞങ്ങൾ തമ്മിൽ കാണുമ്പോൾ. എനിക്കിപ്പോഴും അവൻ അനിയനാണ്. ഇപ്പോഴും ഞാൻ അവൻ്റെ അടുത്ത് എന്താ പരിപാടി എന്ന് മാത്രമേ ചോദിക്കാറുള്ളൂ. നിങ്ങളോടൊക്കെ ചോദിക്കുന്ന പോലെ തന്നെ അവരോട് ചോദിക്കാറുള്ളൂ, എന്താ പരിപാടി. അപ്പൊ ഓക്കെ, താങ്ക് യു. അല്ല, അവനോട് ചോദിക്കാറില്ല, അവനെ കാണാറുണ്ടോ? അപ്പൊ താങ്ക് യു. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ചോദ്യം, ഔട്ട്ഫിറ്റ് സൂപ്പർ. കോൺഫിഡൻസ് കൂടിയതാ. താങ്ക് യു. ചേട്ടാ പോസ് ചെയ്തേട്ടാ. അങ്ങനെ എല്ലാവരും കൂടെ വന്നാൽ നമുക്ക് ഒരുമിച്ച് ഒരു സെൽഫി എന്റെ കൈ മുകളിലേക്ക് ഇവിടെ ഇവിടെ ഇവിടെ